അങ്ങനെ കട്ടപ്പനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് കെട്ടും പാണ്ടവും എല്ലാം തൂക്കി ഉച്ചയായപ്പോൾ തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കോട്ടയം മെമുവിൽ കയറിയിട്ടാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരി ഇറങ്ങുന്നത്. ട്രെയിനിലാണെങ്കിൽ ഒടുക്കത്തെ ചൂടായിരുന്നു. പിന്നെ ആ ചൂടൊന്ന് മറക്കാൻ വേണ്ടിയിട്ട് മെൻഡോസ് മുറുക്കാൻ ചവയ്ക്കുന്ന പോലെ ചവച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവൾ പുതിയ ഗെയിമും കൊണ്ടുവന്നത്. അത് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ തന്നെ അരമണിക്കൂർ പോയി. പിന്നെ ആ കളിയിൽ കള്ളക്കളി കൊണ്ടുവന്ന് ഇവർ രണ്ടും കൂടെ അടിയായി. പിന്നെ അമ്മയ്ക്ക് 2 എസ്തറ്റിക് വീഡിയോ എടുത്ത് നാടിൻ്റെ ഭംഗി ആസ്വദിച്ചിരുന്നപ്പോഴത്തേക്ക് നമ്മൾ സ്ഥലമെത്തി. അങ്ങനെ ചങ്ങനാശ്ശേരി ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ കട്ടപ്പനയ്ക്കുള്ള ബസ് പിടിക്കാനായിട്ട് ബസ് സ്റ്റോപ്പിൽ ചെന്നു. അവിടുന്ന് നേരെ മുണ്ടക്കാനം ബസ്സാണ് കിട്ടിയത്. അവിടെ നിന്ന് നേരെ കയറിയപ്പോൾ തന്നെ അടിപൊളി മഴക്കോളായിരുന്നു. പിന്നെ അങ്ങോട്ട് ഇടിയായി, മഴയായി, തണുപ്പായി, ഒന്നും കാണുന്നില്ലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഞങ്ങൾ കട്ടപ്പന എത്തി. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് നല്ല അടിപൊളി കഴിച്ച ചക്ക വറുത്തത്. എന്താണ്ട് പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അവരെല്ലാം കളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദാണ്ട് ഇവിടെ ഒരാൾ പിണങ്ങുന്നു, മറ്റേ ആളെ എടുത്ത് പിന്നെ ഇയാളെ എടുത്തപ്പോൾ അടുത്ത ആൾ പിണങ്ങുന്നു. അങ്ങനെ രണ്ടുപേരെ മാറി മാറി എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. നോക്കിക്ക്, അവൻ്റെ നോട്ടം നോക്കിക്ക്, ഇവനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അവനെ പോയി എടുത്താൽ ഇവിടെ ആണെങ്കിൽ നല്ല തണുപ്പ്. അപ്പോഴാണ് മാമൻ പറയുന്നത് നല്ല ചക്കപ്പുഴുക്കും പന്നി റോസ്റ്റും ഒക്കെ ഉണ്ടെന്ന്. അത് കേട്ടപ്പോൾ തന്നെ വായിന്ന് വെള്ളം വന്നു. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ ഗൈസ്.